നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ. ചേർന്ന് പോയെന്ന് തോന്നുന്നു. അതെ, ഭക്ഷണം വെറുതെ ഇവിടെ കൊണ്ടുവച്ചല്ല കേട്ടോ, വേഗം കഴിക്കും. നല്ല വിശപ്പുണ്ട് കേട്ടോ. വിശപ്പിന്റെ മുമ്പില് ഒരു വാശിയും വൈരാഗ്യവും അധികം നേരം പിടിച്ചു നിൽക്കില്ല. ഞാനൊന്ന് കൈ കഴുകിട്ട് വരാം. വിശ്വാസം വാക്കാലല്ല, പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത് അവന്തികെ. അത് ഏത് കാര്യത്തിലായാലും നിന്റെ ഇഷ്ടത്തിന് നീ തിരഞ്ഞെടുത്ത മാനേജർ നിന്നെ കള്ളിയാക്കി ലക്ഷങ്ങൾ തട്ടിച്ചുപോയി. ഞാൻ കേസ് കൊടുക്കാത്തത് മനഃപൂർവ്വമാണ്. ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. അയാളെ ആദ്യമേ തന്നെ മാറ്റേണ്ടതായിരുന്നു. വെറുതെ ആണെങ്കിൽ പോലും അവൻ പറഞ്ഞ ആരോപണങ്ങൾ മൂന്നാമതൊരാൾ അറിഞ്ഞാൽ പോകുന്നത് എൻ്റെ അഭിമാനമാണ്. അവരുടെയൊക്കെ മുന്നിൽ ഞാനും തലകുണിച്ച് നിൽക്കണം. ഞാൻ മാത്രമല്ല, നമ്മുടെ കുടുംബം, കമ്പനി ജീവനക്കാർ എല്ലാവരും. അതങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതിയ. പക്ഷെ അതിലെ നഷ്ടങ്ങൾ ഭീകരമാണ്. ഇനിയും അത്തരം നഷ്ടങ്ങൾ താങ്ങാനുള്ള കരുത്ത് നമുക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് നല്ല പരിചയമുള്ള വളരെ വേണ്ടപ്പെട്ട ആരെയെങ്കിലും ഫിനാൻസിൻ്റെ ചുമതല കൊടുക്കാൻ ഞാൻ പറയുന്നത്. അതിൽ അവന്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? നല്ലതല്ലേ, അച്ഛൻ ആരെ വേണേലും വെച്ചോ. എടുത്തി, എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ കമ്പനിക്കും ഗുണം മാത്രം ഉണ്ടാകുന്നൊരു പ്രപ്പോസലാണ്. പറ, നമുക്ക് ആലോചിക്കാം. അർച്ചന എടുത്തി, ബെസ്റ്റ് പ്രപ്പോസലാണ് അച്ഛാ. അച്ചുകൊടുത്ത് മേടിക്കുക അല്ലേ അവധി എടുത്തി? ആ അതെ, മിടിക്കുക, ബെസ്റ്റ്. നിങ്ങൾ എന്ത് കണ്ടിട്ടായി പറയുന്നത്? ഒരു വലിയ കമ്പനിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് എഴുത്തും വായന അറിയാത്ത ഒരാളെയാണോ നിയമിക്കുന്നത്? അതെ അനക്കേ, അത്രയ്ക്ക് നീ എടുത്തി താട്ടിക്കെട്ടണ്ട. ഞാൻ പറഞ്ഞത് വാസ്തവം, അല്ലാതെ ആരെയും താഴ്ത്തി കെട്ടിയതൊന്നും അല്ല. വലിയ ഫിനാൻഷ്യൽ ഉത്തരവാദിത്തമുള്ള പോസ്റ്റിലേക്ക് ഇത്രയും അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെ പോസ്റ്റ് ചെയ്യും? നിന്റെ സംശയം അസ്ഥാനത്താണ്. എനിക്ക് കാര്യപ്രാപ്തി എന്നൊന്നുണ്ട്. അച്ചു അത്രയ്ക്ക് എല്ലാം തികഞ്ഞ ആളാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവന്തികയും ആദ്യമായി കമ്പനി കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഇതിലും മോശമായിരുന്നു. കമ്പനിയെക്കുറിച്ച് ഒരു ധാരണയില്ലാതെയാ അവന്തിക പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും പഠിച്ചതും ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതും. പക്ഷേ അച്ചുവിൻ്റെ കാര്യത്തിൽ അതല്ല. അവൾക്ക് കമ്പനി കാര്യങ്ങളെക്കുറിച്ച് സാമാന്യം നല്ല അറിവുണ്ട്, ധാരണയുണ്ട്. എനിക്ക് തോന്നുന്നത് അവന്തിയേക്കാളും വേഗത്തിൽ
അച്ചു കമ്പനിയിൽ ശോഭിക്കുമെന്നാ. ആ, സച്ചി എവിടെ മോളെ? മുറി കാണും അച്ഛാ. അവരെ ഒന്ന് വിളിച്ചോണ്ട് വാ, നമുക്കൊന്ന് ആലോചിക്കാം. ചെല്ലേ. നമ്മളെല്ലാം അച്ചുവേട്ടത്തിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മാത്രം മതി. ഏട്ടത്തി കാര്യങ്ങൾ ഭംഗിയായി ചെയ്തോളൂ. ഇതൊന്നും ഇല്ലാതെയല്ലേ ഏട്ടത്തി പഴയ മാനേജറിന്റെ കള്ളങ്ങൾ മൊത്തം കണ്ടുപിടിച്ചത്. അർച്ചന കമ്പനി വന്നാ എൻ്റെ എല്ലാ കാര്യവും തീരുമാനമാവും. ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് അച്ഛനാ. അവന്തിക എന്താ ഒന്നും പറയാത്തത്? അച്ഛനെ ജോലിക്ക് വിടണോ വേണ്ടയോ? പിന്നെ തീർച്ചയായും അച്ഛനെ ജോലിക്ക് എടുക്കണം. സന്ധ്യ പറഞ്ഞ ശരിയാ. അർച്ചനയെ കമ്പനിയുടെ ബോസ് ആക്കിയിട്ട് ചേച്ചി അവളുടെ പിയുടെ ജോലി ചെയ്യൂ? ഇത് എന്തിനുള്ള പുറപ്പാടാ? ഈ ചേച്ചി എന്താ മനസ്സിൽ കാണുന്നത്? അങ്ങനെയെങ്കിൽ ഈ ആഴ്ച തന്നെ അച്ചുവേട്ടത്തി കമ്പനിയിൽ ജോയിൻ ചെയ്യിക്കാച്ച. സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ ഈ ആഴ്ച തന്നെ അവക്കുള്ള പരിശീലനം ആരംഭിക്കാമല്ലോ. പക്ഷേ അവള് ഡബിൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അതെന്താ ഡബിൾ ഡ്യൂട്ടി? കമ്പനി ജോലിയും അതിനൊപ്പം വീട്ടിലെ ജോലിയും. ആ, വീട്ടുജോലി ഇപ്പം മൊത്തം അവളല്ലേ ചെയ്യുന്നേ. ഓ അതാണോ? അതിന് വേണമെങ്കിൽ നമുക്കിപ്പോ വേറൊരാൾ കൂടി വച്ചാ പോരെ എടുത്തി. ഓൾറെഡി ഇപ്പൊ അമ്പിളി ചേച്ചി ഉണ്ടല്ലോ. അച്ചുവേട്ടത്തി പിന്നെ ഇങ്ങനെ വീട്ടിൽ കിടന്ന് അടുക്കളപ്പണി മാത്രം ചെയ്ത് നിൽക്കേണ്ട ആളല്ല. കമ്പനിക്ക് എല്ലാ അർത്ഥത്തിലും ഒരു അസറ്റ് ആവും. അത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആളല്ലേ. അതിലെല്ലാം ഉപരി സച്ചിയുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട ആളല്ലേ. നിങ്ങളെപ്പോലെ നാളെ അവളും കൂടിയല്ലേ ഇതൊക്കെ നോക്കി നടത്തേണ്ടത്. എല്ലാരും പറഞ്ഞത് ശരിയാ. പക്ഷേ അച്ചു കമ്പനി പോകുന്നോണ്ട് എനിക്ക് സംഭവിച്ചത് അവക്കൂടി സംഭവിക്കരുത്. അതെന്താ എടുത്തി? ഇപ്പൊ അവൾ ഈ വീട് മനോഹരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരുടെയും കാര്യം നോക്കിയും കണ്ട് ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതില്ലാതാവും. അത് വളരെ ശരിയാ. ഇവിടുത്തെ എല്ലാവരും എല്ലാ കാര്യത്തിനും അർച്ചനയെടുത്തിയെ ആശ്രയിക്കുന്നത്. ഇപ്പൊ അച്ഛന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. വളരെ കൃത്യമായിട്ട് മരുന്നും ആഹാരവും ഒക്കെ തരുന്നില്ലേ. ഒരു കാലത്ത് ഞാനും ചെയ്തോണ്ടിരുന്നതല്ലേ. എനിക്കത് ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാ? കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മുതൽ. രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ വലിയ പാടാച്ചാ. ആരും വിചാരിക്കുന്ന പോലെ അല്ല. നമുക്ക് എത്ര ആളെ വേണേലും ജോലിക്ക് വെക്കാം. പക്ഷേ അവര് വെറും ജോലിക്കാർ മാത്ര. സ്നേഹത്തോടെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അത് മാത്രമല്ലല്ലോ ചേച്ചി, ഇപ്പൊ സച്ചേട്ടന്റെ കാര്യങ്ങൾ തന്നെ മൊത്തം വഴിയും. ഭക്ഷണവും വിശ്രമവും ഒക്കെ നല്ലപോലെ പോകുന്നതും അച്ചുവേട്ടത്തി വീട്ടിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട്. ഇനി കമ്പനിയിൽ പോകാൻ തുടങ്ങിയ അതൊക്കെ താളം തെറ്റും. ഇതൊന്നുമല്ല ചാ, വേറൊരു പ്രശ്നമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.